ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു വീക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്സും അതേപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻസിനെ കുറിച്ചെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വീക്ക് നമുക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള വീക്ക് ആയിരുന്നില്ല. കാര്യം ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാർക്കറ്റ് കണ്ടീഷനൊക്കെ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് വളരെ കുറച്ച് ട്രേഡ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. നമുക്ക് മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മൺഡേ നോക്കുന്ന സമയത്ത് ഒരു കണ്ടിന്യൂഷൻ ട്രേഡ് ആയിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നോർമലി നമ്മൾ ഏഷ്യയുടെ ഹൈ എടുത്ത റിവേഴ്സിലായിരുന്നു നോക്കാറുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ ഒരു കണ്ടിന്യൂഷൻ ട്രേഡ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായത്. പ്രൈസ് ഈ ഒരു ഏരിയന്ന് വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തരേണ്ടത്. പക്ഷേ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഇൻവേഷൻ ടാപ്പ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ബൈ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1:2 ടാർഗറ്റ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത്. ബട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയാസിലെല്ലാം പോയിട്ട് പ്രൈസ് നമുക്ക് ബ്രേക്ക് ചെയ്യുന്നുള്ള രീതിയിലേക്കുള്ള ഒരു മൊമെന്റ് ആണ് കിട്ടിയിട്ടുണ്ടായത്. നമുക്കൊരു ബി ട്രേഡ് ആയിരുന്നു. അതിനുശേഷം കാര്യമായിട്ട് വേറെ ട്രേഡ്സോ കാര്യങ്ങളൊന്നും പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രോപ്പറായിട്ട് ആ ഒരു ലെവൽസ് ഒന്നും റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു ഹൈ ഓൺ റോ ടേക്ക് ഔട്ട് ചെയ്ത് ഒരു മാനിപ്പുലേഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു മൊമെന്റ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായത്. ഓക്കെ, വേറെ ട്രേഡ്സോ കാര്യങ്ങളൊന്നും മൺഡേ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ബ്രേക്ക് യൂൺ ട്രേഡ് ആയിരുന്നു. അതേപോലെ തന്നെ നമുക്കൊരു ടെലഗ്രാം ചാനൽ ഉണ്ട്. ആ ഒരു ടെലഗ്രാം ചാനൽ നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം എടുക്കുന്നതാണ്. ഇവിടെ എഫ്എക്സ് സ്റ്റോക്സ് മലയാളം കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുന്ന കാര്യങ്ങളും മറ്റ് എൻട്രി പോയിന്റുകളും എല്ലാം ഷെയർ ചെയ്യുന്ന, ഒരിക്കലും ഒരു ടിപ്പായിട്ട് എടുക്കേണ്ട. എൻ്റെ എൻട്രീസ് എങ്ങനെയാണ്, എക്സിറ്റ് എങ്ങനെയാണ്, അതേപോലെ ലോജിക്ക് എന്താണ് നോക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്ത ലെവലോട്ട് കാണിച്ചു തരാം. ഈ ഒരു ലെവൽസ് നിന്നായിരുന്നു നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈ സൈഡിലേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻ ബേസ് ചെയ്തുകൊണ്ട്. അതിനുശേഷം ലോജിക്കും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അഗ്രസീവായിട്ട് നമ്മൾ ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു വിക്കിന്റെ ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുള്ള രീതിയിൽ ആ ഒരു ട്രേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോജിക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യലാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് BE0 ലോസ് എന്നുള്ള രീതി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് കാണാൻ വരും പ്രൈസ് അഗ്രസീവ് അപ്സൈഡിലേക്ക് പോയി ഒരു സിംഗിൾ കാൻഡിൽസ്റ്റിക്സ് കൊണ്ട് തന്നെ ആ ഒരു ബ്രേക്ക് ചെയ്യുന്നുള്ള ലെവൽസിലേക്ക് വരുവാണ് ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം നമ്മൾ ട്രേഡ്സോ കാര്യങ്ങളൊന്നും പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ദിവസം വേറെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ചൊവ്വാഴ്ച നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക് ഹോളിഡേ ആയിരുന്നു. ഈ ഒരു ദിവസം നമ്മൾ ചോപ്പിനെസ്സും അതേപോലെ മാനിപ്പുലേഷനിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നോർമലി ആ ഒരു ബാങ്ക് ഹോൾഡിൽ ട്രേഡ് എടുക്കാറുണ്ടായിരുന്നില്ല. ഈ ഒരു ഏരിയാസിലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരു കൺസോൾട്ടേഷൻ മാനിപ്പുലേഷൻ സെറ്റപ്പ് എല്ലാം അത് ന്യൂയോർക്കിൽ. ബട്ട് നമ്മൾ ആ ഒരു ട്രേഡ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നൊരു ബാങ്ക് ഹോൾഡേ ആവുന്ന തന്നെ ട്രേഡ്സോ കാര്യങ്ങളൊന്നും പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബുധനാഴ്ച നമുക്ക് നോക്കുന്ന സമയത്ത് നല്ല 2 ട്രേഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അപ്ഡേറ്റും കൂടി ഞാൻ കാണിച്ചു തരാം. ട്രേഡ് എടുത്ത ലെവൽസും കാര്യങ്ങളെല്ലാം ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, പ്രൈസ് ഈ ഒരു ഏരിയ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ലെവൽസ് നിന്നായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു മാനിപ്പുലേഷൻ എന്നുള്ള രീതിയിൽ പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോവാണ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, ശേഷം പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു, ബ്രേക്ക് ചെയ്യാനും കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു 1:2 എന്നുള്ള ട്രേഡ് എന്നുള്ള രീതിയിൽ എക്സിറ്റ് ചെയ്ത് മാറിയിട്ട് ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രേഡും കാര്യങ്ങളും എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ അതിന് ശേഷം ഈ ഒരു രീതിയിലുള്ള ട്രേഡായിരുന്നു നമുക്ക് പ്ലേ അപ്പ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. ന്യൂയോർക്കിൽ നമ്മൾ ഈ ഒരു ഏരിയ നമ്മളൊരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ലെവൽസിന് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം അഗ്രസീവായിട്ട് പ്രൈസ് വന്ന് ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ബ്രേക്ക് ചെയ്യാനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സ്വിങ് ലോ, ഈ ഒരു വിക്കിന്റെ ലോ വന്ന് ക്ലോസ് ചെയ്ത സമയത്ത് പ്രൈസ് അതിനുശേഷം കണ്ടിന്യൂസ്ലി ഈ ഒരു ലെവൽസിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള സിംഗ് ലോ ആയിരുന്നു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഈ ഒരു ലോ ആയിരുന്നു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവിടെ നമുക്ക് പറ്റിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബ്രേക്ക് ചെയ്യാന്നുള്ള രീതിയിൽ പ്രൈസ് ഈ ഒരു ലെവൽസിൽ നിന്ന് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത സമയത്ത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഞാൻ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിൽസിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും പ്രൈസ് അഗ്രസീവായിട്ട് ആ ഒരു ഏരിയയിലേക്ക് പോയിട്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും പ്രൈസ് കണ്ടിന്യൂ ആയിട്ട് ഡൗൺ സൈഡിലേക്ക് പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ബ്രേക്ക് ഹിറ്റ് ആയതിനു ശേഷം ഡയറക്റ്റ് പോയിട്ട് TP അടിക്കുകയാണ് ചെയ്തത്. ആ ഒരു ദിവസം നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡും ഒരു പാർഷ്യൽ എന്നുള്ള രീതിയിൽ ഒരു 1:1 എന്നുള്ള രീതിയിൽ ഒരു ട്രേഡായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. പിന്നെ നമുക്ക് വ്യാഴാഴ്ച നോക്കുന്ന സമയത്ത് വ്യാഴാഴ്ച നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിലുള്ള ഒരു എക്സ്പാൻഷൻ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ബേസിക് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റിൽ ഇമ്പൾസീവ് ആയിട്ട് ഒരു മിറ്റിഗേഷൻ ബ്ലോക്ക് ടൈപ്പ് എൻട്രി നമുക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഈ ഒരു ലെവൽസിന് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ടാർഗറ്റ് ഇതിന്റെ ഒരു 50% ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വരുന്നുള്ള രീതിയിലാണ് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്. ബട്ട് ആ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വരാതെ തന്നെ പ്രൈസ് മാനിപ്പുലേറ്റ് ആയിട്ട് അപ്സൈഡിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായത്. ഇവിടെ കാണാൻ പറ്റും പ്രൈസ് അഗ്രസീവായിട്ട് അപ്സൈഡിലേക്ക് പോകാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രേഡും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു രീതിയിലുള്ള ട്രേഡ്സ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അഗ്രസീവായിട്ട് പോയിട്ട് നമ്മൾ ആ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീക്ക് കാര്യമായിട്ടുള്ള ട്രേഡ്സോ കാര്യങ്ങളൊന്നും പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ 1, 2, 3 ഒരു ബ്രേക്ക് ഈവൻ ട്രേഡ്, നമ്മൾ 4 ട്രേഡുകളാണ് എടുത്തിട്ടുള്ളത്. ഒരു ബ്രേക്ക് ഈവൻ, ഒരു പ്രോഫിറ്റ്, ഒരു 1:1. ഓക്കെ, അതേപോലെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസ്. ഓക്കെ,
നമുക്ക് നോക്കുകയാണെങ്കിൽ 2 പ്രോഫിറ്റബിൾ ട്രേഡ്സ്, ഒരു ബ്രേക്ക് ഈവൻ, ഒരു സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് ട്രേഡ്സും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് 4 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 പ്രോഫിറ്റബിൾ ട്രേഡ്സും ഒരു ലോസും ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലായിരുന്നു പ്ലേ അപ്പ് ഉണ്ടായിരുന്നത്. ഫ്രൈഡേ നമ്മൾ കൂടുതലും ട്രേഡ്സോ കാര്യങ്ങളോ നോക്കാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വീക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി മിസ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീക്കും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ ബേസ് ചെയ്തുള്ള ഒരു ട്രേഡ്സും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ട്രേഡോ കാര്യങ്ങളൊന്നും പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഈ ഒരു വീക്ക് നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെയാണ് എക്സിറ്റ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റ്. പക്ഷേ പ്രോപ്പർ അല്ല ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു പ്ലേ അപ്പോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഒരു എക്സ്പെക്ടഡ് ലെവൽസ് എന്നുള്ള റിവേഴ്സലോ കാര്യങ്ങളൊന്നും അല്ല. എങ്കിൽ പോലും നമ്മൾ ആ ഒരു പ്രോഫിറ്റബിൾ എന്നുള്ള രീതിയിലാണ് ആ ഒരു വീക്ക് ഹാൻഡിൽ ചെയ്ത് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോ റിലേറ്റഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ് കമന്റ് ബോക്സിൽ. അതേപോലെ എൻ്റെ ട്രേഡിംഗ് ക്ലാസ്സസ് ഉണ്ട്. ആ ഒരു ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജും കാര്യങ്ങളും അയച്ചാൽ മതി. അതേപോലെ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് എൻ്റർ ചെയ്യലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.